ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്രേക്ക് പോയിന്റിലെ ഒരു പുതിയ ഫീച്ചറായ ഓർഡർ ബ്ലോക്ക് സോണിനെ കുറിച്ചാണ്. ആദ്യമേ തന്നെ ഈ സ്കാനർ നോക്കുന്നതിന് മുമ്പ് എന്താണ് ഓർഡർ ബ്ലോക്ക് സോൺ എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്നും സ്മാർട്ട് മണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തരത്തിലുള്ളവരുടെ ഓർഡേഴ്സ് മാർക്കറ്റിൽ വരുമ്പോൾ വലിയൊരു മൂവ്മെന്റ് ആണ് വരുന്നത്. അവര് ഒരുപാട് കോടികളായിരിക്കും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ ആളുകൾ മാർക്കറ്റിലേക്ക് പൈസ പമ്പ് ചെയ്യാൻ സാധ്യതയുള്ള സോണുകളാണ്. നമ്മൾ ഓർഡർ ബ്ലോക്ക് സോൺ ഫോളോ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വലിയ ആളുകളുടെ പാത്താണ് പിന്തുടരുന്നത്, അല്ലാണ്ട് അവർക്ക് എഗെയിൻസ്റ്റ് അല്ല. പക്ഷെ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഒരു ന്യൂസോ അല്ലെങ്കിൽ ടിപ്പ് അതിനെ ബേസ് ചെയ്തിട്ട് വാങ്ങുമ്പോൾ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രൈസിൽ സ്റ്റോക്ക് വാങ്ങിക്കുകയും എന്നിട്ട് ഇത്തരത്തിൽ വരുന്ന ന്യൂസ് ആയി കഴിയുമ്പോൾ സ്മാർട്ട് മണി എന്ന് പറയുന്ന ഇവർ ഒരു ലിക്വിഡിറ്റി സോൺ ഉണ്ടാക്കുകയും ഈ സോണിൽ വെച്ചിട്ട് അവര് സ്റ്റോക്സ് ഓഫ്ലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഓഫ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കേറിയ സ്പീഡിൽ തന്നെ അതിലും സ്പീഡ് കൂടി പെട്ടെന്ന് തന്നെ പ്രൈസ് ഡ്രോപ്പ് ആവുകയാണ്. അങ്ങനെ നമ്മൾ കൂടിയ പ്രൈസിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൽ പെട്ടെന്ന് അകപ്പെട്ടു പോവുകയും ഒരു ലോങ് ടേമിൽ നമ്മുടെ പൈസ അവിടെ ബ്ലോക്ക് ആയി പോവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പാത്ത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ വരുത്താനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അടുത്ത നമുക്ക് എന്താണ് ആക്ച്വലി ഓർഡർ ബ്ലോക്ക് സോൺ എന്ന് നോക്കാം. ഓർഡർ ബ്ലോക്ക് സോൺ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ്. ആ റേഞ്ചിൽ ലാർജ് ആയിട്ടുള്ള ബൈയും സെല്ലും ഓർഡേഴ്സുകൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഒരു ലിക്വിഡിറ്റി സോൺ എന്ന് പറയാം. അതായത് ഒരു വലിയ വോളിയം ആ സോണിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ബൈ ചെയ്യുന്നതിനാവാം അല്ലെങ്കിൽ സെൽ ചെയ്യുന്നതിനാവാം. ഈ സോണിനെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിലും വിളിക്കാം. അതായത് ഈ സോണായിരിക്കും ഒരു കീ ലെവലായിട്ട്, അതായത് ഫ്യൂച്ചർ പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് ഒരു കീ ലെവലായിട്ട് പലരും കാണുന്നത്. അതുപോലെ തന്നെ ഈ സോണിൽ പ്രൈസ് എപ്പോഴും ഒരു റീടെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാം നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ആയിട്ടും ആക്ട് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഒരു ഓർഡർ ബ്ലോക്ക് സോൺ ബൈക്കും സെല്ലിനും ഉണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ബെയറിഷ് ഓർഡർ ബ്ലോക്കും ബ്രേക്ക് പോയിന്റിലൂടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തത് എങ്ങനെ ഓർഡർ ബ്ലോക്ക് സോൺ ബ്രേക്ക് പോയിന്റ് സ്കാനറിൽ വന്ന ഓർഡർ ബ്ലോക്ക് സോൺ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്സ് ആണ്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്സ് സാധാരണ ഫോം ആവുന്നത് ഒരു ഡൗൺ ട്രെൻഡിലാണ്. ഇതിന്റെ കൺഫർമേഷൻ വരുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് സോണിന് മുകളിൽ നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ്. സോ അങ്ങനെ വരുമ്പോൾ പ്രൈസ് ഓൾറെഡി ക്ലോസ് ആയത് ഓർഡർ ബ്ലോക്ക് സോണിന് മുകളിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കൺഫർമേഷൻ ആണ് അവിടെ കിട്ടുന്നത്. ഇത് മറ്റൊരു തരത്തിൽ നമുക്ക് പ്രീവിയസ് ഇതുപോലുള്ള ഓർഡർ ബ്ലോക്ക് സോണുകൾ ഈ പറയുന്ന സ്റ്റോക്കിൽ ഈ സെയിം സെക്ഷനിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. മിക്കവാറും കേസുകളിൽ അത്തരത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സോൺ നമുക്കൊരു പുൾ ബാക്ക് ആയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് സോൺ കണ്ടുപിടിക്കാം. ബെയറിഷ് ഓർഡർ ബ്ലോക്ക് സോൺ സാധാരണ വരുന്നത് ഒരു സ്ട്രോങ് അപ്വേർഡ് മൂവ്മെന്റ് വന്നതിന് ശേഷമാണ്. അതായത് ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ പ്രീവിയസ് ആയിട്ടുള്ള വന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ സോണോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണോ എത്തുമ്പോൾ ആണ് നമുക്ക് ഇത്തരത്തിലൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് സോൺ അവിടെ ഫോം ആവുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഈ ഓർഡർ ബ്ലോക്ക് സോണുകൾ കൺഫേം ചെയ്യാവുന്നത്? സോ നമ്മൾ ബ്രേക്ക് പോയിന്റിൽ ഓർഡർ ബ്ലോക്ക് സോൺ കൺഫേം ചെയ്തത് ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. അത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ കൺഫേം ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ഓർഡർ ബ്ലോക്ക് ഫോം ആയതിനു ശേഷം നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ ഈ ഓർഡർ ബ്ലോക്ക് സോണിന് മുകളിൽ ക്ലോസ് ആയതിനു ശേഷമാണ്. അതുപോലെ തന്നെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ കൺഫർമേഷൻ കിട്ടുന്നത് നെക്സ്റ്റ് ഡേ ക്യാൻഡില് ഓർഡർ ബ്ലോക്ക് സോണിന്റെ അടിയിൽ ക്ലോസ് ആകുമ്പോഴാണ്. അടുത്ത നമുക്ക് എങ്ങനെ ഓർഡർ ബ്ലോക്ക് സോൺ എൻട്രി പ്ലാൻ ചെയ്യാൻ നോക്കാം. നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് സോൺ ഫോം ആയി കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് സോൺ ആണെങ്കിൽ യൂഷ്വലി അത് ഒരു പുൾ ബാക്ക് തരും. ഈ പുൾ ബാക്ക് വരുന്നത് ഓർഡർ ബ്ലോക്ക് സോൺ ഏരിയയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലോ എസിൽ ഒരു എൻട്രി കിട്ടുന്നതാണ്. പക്ഷേ മാർക്കറ്റ് വളരെ ട്രെൻഡിങ് ആണെങ്കിലും ഈ സ്റ്റോക്കിന് മൊമെന്റം ഹൈ ആണെങ്കിലും ഇത് ഇത്തരത്തിലുള്ള ഒരു പുൾ ബാക്ക് തരാൻ ചാൻസ് കുറവായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ട്രിഗർ ക്യാൻഡിൽ എൻട്രി ക്യാൻഡിലിന്റെ ലോ ഒരു SL ആയി എടുത്ത് നമ്മുടെ എൻട്രിയും എക്സിറ്റും പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബ്രേക്ക് പോയിന്റിൽ ഓർഡർ ബ്ലോക്ക് സോൺ എവിടെയാണെന്ന് നോക്കാം. ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് സോൺ കാണാവുന്നതാണ്. ഇവിടെ ഞാൻ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് സോണുകൾ ഫിൽട്ടർ ചെയ്യാൻ ലാസ്റ്റ് ഒരു 5 ഡേയ്സിന്റെ നമുക്ക് ഇത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ കാണുന്ന എൻട്രി LT ഫുഡ്സിന്റെ 24th എന്നൊരു എൻട്രി ആണ്. അപ്പൊ നമുക്ക് LT ഫുഡ്സ് എടുത്ത് നോക്കാം. 24th കൺഫർമേഷൻ കിട്ടി, 25th നമ്മൾ എൻട്രി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ
നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ഒരു മൂവ്മെന്റ് 12% ആണ് ടോട്ടൽ. അതിനുശേഷം HSCL ട്രിഗർഡ് LTP 452 ആണ്, കറന്റ് പ്രൈസ് 502. അതിലെങ്ങനെയാണ് മൂവ് വന്നത് നോക്കാം നമുക്ക്. 25th നമുക്ക് എൻട്രി കിട്ടി, 26th നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇന്നുണ്ടായ മൂവ് 70% ആണ്. നെക്സ്റ്റ് വെൽസ്പൺ ലിവിംഗ് ഓൾമോസ്റ്റ് 9.88% ഇപ്പൊ മൂവ് കാണിക്കുന്നുണ്ട്. 24th നമുക്ക് ഇതിന്റെ എൻട്രി കിട്ടിയത്, 25th നമ്മൾ എൻട്രി ചെയ്യുന്നു. 25th മോർണിംഗ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ കിട്ടുന്ന ഒരു ഗെയിൻ 10% സംതിങ് ആണ് ഹൈ. അങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാം ഇത്തരത്തില് ട്രിഗർ LTPയും കറന്റ് പ്രൈസും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓർഡർ ബ്ലോക്ക് റേഞ്ചും കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഓർഡർ ബ്ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത് 3.5% ആണ്. നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ ഗൈഡ് ഈ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടാണ്. ഇതിനെക്കുറിച്ച് എല്ലാ ടെക്നിക്കൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്ട്രാറ്റജികളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ബ്രേക്ക് പോയിന്റിലെ മെമ്പേഴ്സ് ഓൺലി ഏരിയയിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗുഡ് ബൈ.